എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി എല്ലാവർക്കും ഇഷ്ടമുള്ള പഴംപൊരിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അതിനുമുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ ആദ്യം നല്ല പഴുത്ത ഏത്തപ്പഴമാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇനി അതിനൊരു ബാറ്റർ ഉണ്ടാക്കണം. ഇതിനുള്ള ഏത്തക്കാപ്പത്തിനുള്ള ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 1/2 കപ്പ് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടിയാണത്. ഇനി അതിനകത്തോട്ടൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ കുറച്ച് മുളക് പൊടി. ഇതിനെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂണോളം ഷുഗർ ചേർക്കുന്നുണ്ട് മധുരത്തിന്. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി. പിന്നെ അത്ര തന്നെ 1/4 ടീസ്പൂണോളം ജീരകം. പിന്നെ അത്ര തന്നെ ഒരു ടീസ്പൂണോളം കറുത്ത എള്ള്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ലൂസായി പോകണ്ട. കുറച്ചും കൂടെ വെള്ളം വേണം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതി. നമുക്ക് ആദ്യം ഈ പഴം ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. ഏത്തപ്പഴം എല്ലാം ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പഴംപൊരി മുക്കി വറക്കാനുള്ള ബാറ്ററും റെഡി ആയിട്ടുണ്ട്. പാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടാകുമ്പം നമുക്ക് ഓരോന്ന് ഇത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്, നമ്മുടെ ബാറ്റർ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നും ഇതിനകത്ത് മുക്കി വറുത്തെടുക്കാം. നമുക്ക് ഈ ബാറ്ററിൽ വേണേൽ കുറച്ച് സോഡാപ്പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരുന്നുണ്ടത്. നമ്മൾ നേരത്തെ ഒരു ലെഫ്റ്റ് ഓവർ ദോശമാവ് വെച്ചിട്ട് ഒരു ഏത്തക്കാപ്പം ഉണ്ടാക്കുന്ന കാണിച്ചായിരുന്നല്ലോ. നമ്മുടെ ഇപ്പോൾ 1 സൈഡ് ആയിട്ടുണ്ട്. ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്, എന്നാലും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും. ഇത് 2 സൈഡും വറുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. അപ്പോൾ ആ എണ്ണയൊക്കെ അങ്ങ് പോകുമല്ലോ. നമുക്ക് വന്നിട്ട് ബാക്കിയും കൂടെ വറുത്തെടുക്കാം. ഒരു എല്ലാം റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നല്ലൊരു പാത്രത്തിലോട്ടൊക്കെ മാറ്റാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു പുതിയൊരു ഈസി റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.